ഹലോ ഗൈസ്, കാരൻ സെറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ 300 രൂപയുടെയൊക്കെ സെയിൽ വീഡിയോ ഫെലനാപ്സിസിൻ്റെ സെയിലൊക്കെ നമ്മൾ ഇട്ടപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഇല്ലേ എന്ന്. അത് നമ്മൾ അതിൽ മെച്ചർ പ്ലാന്റിൻ്റെതും ഇട്ടപ്പോഴും ചോദിച്ചതാണ് ഫ്ലവറിങ് പ്ലാന്റ്സ് വിത്ത് ബഡ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇല്ലേന്ന്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വെറൈറ്റീസ്, അതായത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന വെറൈറ്റീസൊക്കെ നമുക്ക് സെയിലിനായിട്ട് ഉള്ള വെറൈറ്റികളാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് അയക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത് നമുക്ക് വാട്സപ്പ് മാത്രമേ ഉള്ളൂ, കോളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എടുത്തെടുത്ത് എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യം. പിന്നെ ഈ പ്ലാന്റ്സിൻ്റെ സൈസും ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നമ്മൾ ഓഫർ റേറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഈ ഒരു വെറൈറ്റിയുടെയൊക്കെ പ്ലാന്റ് സൈസ് ചെയ്യണ്ടോ, ഇത്രയും സൈസുള്ള പ്ലാന്റ്സാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഫ്ലവറോട് കൂടിയേക്കാളും കൂടുതൽ നമുക്ക് വിത്ത് ബഡ്സ്, അതും ഡബിൾ സ്പൈക്ക് ഉള്ളതും അല്ലാതെ സിംഗിൾ സ്പൈക്ക് ഉള്ളതൊക്കെ പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഫ്ലവർ പിക്സിലൊക്കെ ഉള്ള മാക്സിമം വെറൈറ്റീസ് നമ്മുടെ ഉണ്ട്. 1-2 വെറൈറ്റീസ് മാത്രമേ ഇല്ലാത്തത്. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് നമ്മൾ കാറ്റലോഗ് അയച്ചു തരാം, അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഏതൊക്കെ വെറൈറ്റീസ് വേണമെന്ന്. പിന്നെ പ്ലാൻ സൈസും ഇതിൽ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ അടുത്ത് നമ്മൾ എല്ലാവരുടെ അടുത്തും പറയുന്നൊരു കാര്യമാണ്, ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക. കാരണം വീഡിയോയിൽ നമ്മൾ മാക്സിമം കാര്യങ്ങളും പറയുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ട്, ഈ ഒരു ഫ്ലവറൊക്കെ എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഈ ഒരു ഫ്ലവർ പിക്കിന് ഒരു ജംബോ സൈസ്, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫ്ലവറുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഇതാ ഈ ഒരു വെറൈറ്റി. അപ്പം നമുക്കിതൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈസൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ എടുത്തെടുത്ത് പറയുന്നത് അതാണ്, നമ്മൾ എങ്ങനത്തെ പ്ലാന്റ്സാണ് അയക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാറ്റലോഗ് നിങ്ങൾക്ക് ഇട്ട് തരാം, അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് പറയാം. പിന്നെ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമുക്ക് 500 രൂപയ്ക്കാണ് നമ്മുടെ പ്ലാന്റ്സ് വരുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമുക്ക് 10 പ്ലാന്റ് എടുക്കുമ്പം എന്താ പറയുക, ഓരോ പ്ലാന്റ് 500 രൂപ വെച്ച് വരും. നമുക്ക് 5000 പ്ലസ് CCക്കാണ് വരുന്നത്. അതേ സമയത്ത് ഒരു പ്ലാന്റ്, അതായത് 10 താഴെ ആകുമ്പോൾ നമുക്ക് ഒരു പ്ലാന്റ് 550 രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പ്ലാന്റ് സൈസൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കണ്ടു. പിന്നെ ഇതൊക്കെ നമുക്ക് ഈ ഒരു റേറ്റിന് കൊടുക്കുന്നതാണ് കേട്ടോ, ഈ സെയിം സൈസാണ്. അപ്പം പിന്നെ നമ്മുടെ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ കൂടുതലും വിത്ത് സ്പൈക്ക് ആയിരിക്കും. കാരണം ബഡ്സിനെക്കാളും അത് ഫ്ലവർ ആയതിനേക്കാളും നമ്മൾ സ്പൈക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അവിടെ വീട്ടിലെത്തിയിട്ടും കുറച്ച് അധികം നാളും കൂടെ അത് ലാസ്റ്റ് ചെയ്യും. അതേസമയത്ത് ഫ്ലവർ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത്, കാരണം വെള്ളാപ്സിൻ്റെ 3 തൊട്ട് 6 മാസം വരെ ഫ്ലവർ ലാസ്റ്റ് ചെയ്യും. അതേസമയത്ത് ബഡ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നാൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഫ്ലവർ ചെയ്ത് നിൽക്കും. കാരണം വിത്ത് ഫ്ലവർ ആകുമ്പോൾ നമ്മുടെ ഇവിടെ ഫ്ലവർ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്കും അത് കിട്ടുന്നത്. അപ്പോൾ പക്ഷേ എന്നാലും ഫ്ലവേഴ്സോടുകൂടി വേണ്ടവർക്ക് പറഞ്ഞ് നമ്മൾ അവൈലബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. പിന്നെ അതിന് പുറമെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വെറൈറ്റീസ് നമ്മൾ കാണിക്കുന്ന ഒരു 99% പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിക്കുക. അതിന് പുറമെ നമ്മൾ കാറ്റലോഗും അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സ് നിങ്ങളുടെ വീഡിയോയിൽ കണ്ട് നിങ്ങൾക്ക് സൈസൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക, അല്ലാതെ ആരും ചാടി കയറി പർച്ചേസ് ചെയ്യരുത്. നമ്മൾ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും എപ്പോൾ അയക്കും, പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസും പ്ലാന്റ്സിൻ്റെ സൈസും പിന്നെ എന്നാണ് അയക്കുന്ന കൊറിയറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഓരോരുത്തർക്ക് മെസ്സേജ് അയക്കാൻ നമ്മൾ ഒന്ന് മറന്നു പോകും. അതാണ് ഏറ്റവും വലിയ കാര്യം. നല്ല രീതിയിൽ മറന്നു പോകും, പിന്നെ സമയമില്ല. മറന്നു പോകുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഒരേ കാര്യം ഒരുപാട് പേരെടുത്ത് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോയിൽ എല്ലാം പറയുന്നത്. അപ്പോൾ വീഡിയോയിൽ നമ്മളടുത്ത് സൈസും കാര്യങ്ങളൊക്കെ ഇടുന്നതും അതാണ്. അപ്പോൾ എല്ലാവരും വന്ന് സൈസ് വയ്ക്കും, നമ്മൾ വീഡിയോ നോക്കൂ എന്ന് പറയുന്നത് അതിനെ. കാരണം നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും സേവ് ആക്കി അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ മാക്സിമം ഒരു വീഡിയോ ചെയ്യും, നമ്മുടെ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ റെഫറൻസ് ആയിട്ട് നമ്മൾ വെക്കുന്നത്. പിന്നെ അതിന് പുറമെ നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഫെലനാപ്സിന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ മദർ പ്ലാന്റ്സ് ഉണ്ടോയെന്ന്. ഇതൊക്കെ അത്യാവശ്യം വലിയ സൈസ് വരുന്ന മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ടല്ലേ, അതാ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ മദർ പ്ലാന്റ്സ് വരുന്ന ഒരുപാട് ലീഫി ആയിട്ട് സ്പൈക്കുള്ള പ്ലാന്റാണ്. കാരണം ഈ പ്ലാന്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഹെൽത്തിയാണ്. പിന്നെ ഈ ഒരു പ്ലാന്റൊക്കെ അതിൽ 3 പ്ലാന്റ്സ് അതിൽ തന്നെ ഒരു പ്ലാന്റിൽ തന്നെ വന്നതാണ്.
ഇത്രയും വലിയ സൈസിലുള്ള ഹെൽത്തി പ്ലാന്റ്സൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ ഇതൊക്കെ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ. മദർ പ്ലാന്റിന് റേറ്റ് ഡിഫറൻറ്റ് ഉണ്ട്. മദർ പ്ലാന്റിൽ ബഡ് വന്ന പ്ലാന്റ്സും ഉണ്ട്, മദർ പ്ലാന്റ്സിൽ ബഡ് ഇല്ലാത്ത പ്ലാന്റ്സുകളും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കുക. വാട്സപ്പ് മാത്രമേ ഉള്ളൂ എടുത്തെടുത്ത് പറയുന്നത്. നമുക്ക് കോളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്താൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റിൻ്റെയാണ് കേട്ടോ. വലിയ സ്പൈക്കുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ അല്ലാത്ത പ്ലാന്റ്സിൻ്റെ സൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. വീഡിയോ മിസ്സാക്കാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്ക് സൈസൊക്കെ മനസ്സിലാവും കേട്ടോ. കണ്ടു, ഈ പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. ഇതൊക്കെ കണ്ടോ, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത്. മദർ പ്ലാന്റ്സിൽ വരുമ്പോഴത്തേക്കും ഇത് നല്ല മെച്ചോർഡായ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മെച്ചോർ പ്ലാന്റ്സ് അല്ലെങ്കിൽ മദർ പ്ലാന്റ്സിൻ്റെയൊക്കെ സൈസും ഡീറ്റെയിൽസൊക്കെ. പിന്നെ അടുത്തായിട്ട് നമ്മളത് ഒരുപാട് പേര് ചോദിച്ചു നമ്മുടെ ഫെല്ലാംസിൻ്റെ വെരിഗേറ്റഡ് ഇല്ലേ എന്ന്. അപ്പോൾ അത് നമ്മൾ അതും റെഡിയാക്കിയിട്ടുണ്ട്. ഫെല്ലാംസിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ്സ്, അതും ഇതേപോലെ 2 സ്പൈക്കുള്ള പ്ലാന്റ്സ്. അതിൽ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഡാർക്ക് എന്താ പറയുക നമുക്കൊരു പിങ്ക് കളറിലൊക്കെ ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതൊരു അത്യാവശ്യം ചെറിയൊരു നമ്മുടെ ഫ്ലവറൊക്കെ നല്ല കൊലകൊലയുടെ ഒരുപാട് ബഡ്സ് വരുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന ഈ സൈസ് അല്ല, ഇത് വിത്ത് ഫ്ലവറാണ്. നമ്മൾ വിത്ത് ബഡായിട്ട് 2 സ്പൈക്കുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതാണ് നിങ്ങൾക്ക് അയക്കുന്ന സൈസ്. ഇങ്ങനത്തെ 2 സ്പൈക്കുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത്. കണ്ട, ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ഫ്ലവർ എന്നാൽ ഫ്ലവറൊക്കെ കുറച്ച് പെട്ടെന്ന് കഴിയും, കാരണം ഓൾറെഡി ഫ്ലവേർഡ് ആയ പ്ലാന്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് ബഡ്സ് എന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ എത്തുമ്പോഴും കുറച്ച് അധികം നാളും കൂടെ അത് വീട്ടിൽ വരുമ്പോഴായിരിക്കും അത് പിന്നെ അത് ഫ്ലവറായി നിന്ന് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റേജ് കാണാൻ പറ്റും. അതുകൊണ്ട് ഇതേപോലത്തെ 2 സ്പൈക്കുള്ള പ്ലാന്റുകളാണ് തരുന്നത്. നമുക്ക് 750 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത്. വെരിഗേറ്റഡ് ആണ്, നല്ല കോസ്റ്റ്ലി ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 750 റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക ഡബിൾ സ്പൈക്കുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് ഇതൊക്കെ നമ്മളല്ലാതെ നമ്മുടെ നോർമൽ ഫ്ലവറിങ് പ്ലാന്റ്സിൽ വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസും ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക നമ്മളിപ്പോൾ പറഞ്ഞ പ്ലാന്റ്സ് ആണ് നമ്മൾ മറ്റേ 500-നും 550-ക്കൊക്കെ കൊടുക്കുന്ന പ്ലാന്റ് സൈസ് ആണ് കേട്ടോ. ഈ പ്ലാന്റ്സിൽ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മൊച്ചൊക്കെ വന്ന് നല്ല ഹൈറ്റുള്ള സ്പൈക്കൊക്കെയാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പം പിന്നെ പ്ലാന്റ്സ് നമുക്ക് ഓരോ പ്ലാന്റ് അനുസരിച്ച് നമ്മുടെ കൊറിയർ ചാർജിൽ ഡിഫറൻസ് കാണും. നമ്മൾ മറ്റ് പ്ലാന്റുകൾ എടുത്തപ്പോഴേ മീഡിയമും മെച്ചറും എടുത്തപ്പോഴും നമ്മൾ ഓരോ പ്ലാന്റ്സിനും അനുസരിച്ച് നമ്മൾ കൊറിയർ ചാർജ് ഡിഫറൻസ് വരും. പിന്നെ ഇതിൽ ഡബിൾ സ്പൈക്കും ഉണ്ട് കേട്ടോ. ഇപ്പോൾ കാണിച്ചൊക്കെ ഡബിൾ സ്പൈക്കാണ്. അപ്പോൾ ഡബിൾ സ്പൈക്കുണ്ട്, സിംഗിൾ സ്പൈക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അനുസരിച്ച് പറയാവുന്നതാണ്. അപ്പോൾ റേറ്റും നമുക്ക് അതനുസരിച്ച് ഡിഫറൻസ് വരും. പിന്നെ അതിൻ്റെ അവൈലബിലിറ്റിയും കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് വരുന്നത്. അപ്പോൾ ഇത്രയും നല്ല പ്ലാൻസ് ആണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള നല്ല രീതിയിൽ സ്പൈക്ക് വന്ന് ബഡ്സൊക്കെ ഫോം ആയ പ്ലാന്റ്സുകളാണ്. ഇനി എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ എന്താ പറയുക നമുക്ക് മൊട്ട് വിരിയുന്ന ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഓരോ വെറൈറ്റി അനുസരിച്ചാണ് നമ്മുടെ ലീഫിൽ ഡിഫറൻസ് കാണും, അതിൻ്റെ സ്പൈക്കിൽ ഡിഫറൻസ് കാണും, സൈസിൽ ഡിഫറൻസ് കാണും. അപ്പോൾ ഓരോ വെറൈറ്റീസ് അനുസരിച്ച് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ വ്യത്യാസം വന്നേക്കാം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ള. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ പ്ലാനിൻ്റെ സൈസ് കാണിച്ചു, റേറ്റ് മെൻഷൻ ചെയ്തു, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റായിട്ട് നമ്മൾ അറിയിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറയുക. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്തായാലും സ്റ്റോക്ക് ഔട്ട് ആയില്ലെങ്കിൽ നമ്മൾ എന്തായാലും നിങ്ങൾക്കും കൂടെ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവറിങ്ങും ബഡ്സൊക്കെ കാണുമ്പോഴേ ഇതൊക്കെ ഡബിൾ സ്പൈക്കാണ്. അപ്പോൾ നമുക്ക് ഡബിൾ സ്പൈക്കും സിംഗിൾ സ്പൈക്കും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സൊക്കെ നമുക്ക് കുറച്ചുകൂടെ വിത്ത് ഫ്ലവറായിട്ട് അയക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. 7902599361 എന്നാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. നമ്മൾ വാട്സപ്പ് മാത്രമേ ഉള്ളൂ, കോളും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയുന്നത്. നമുക്ക് മെസ്സേജ് അയച്ച് ഒരിടത്ത് കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സമയം പോകുന്നുണ്ട്. അതേ സമയത്ത് നമുക്ക് മെസ്സേജ് ആണെങ്കിൽ ഒരുപാട് പേർക്ക് ഒരേ സമയത്ത് നമുക്ക് റിപ്ലൈ കൊടുക്കാനും പറ്റും. അതേപോലെ തന്നെ കോള് വിളിക്കാനും നമുക്ക് സമയം തികയാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ കാരണം ഈ ഇടയ്ക്കും നമ്മളങ്ങനെ കോൾ ആരുടെയും എന്താ പറയുക മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല, നമുക്കാണെങ്കിൽ ഈ ഒരു കാര്യം ആയതുകൊണ്ടാണ്. ഒരാൾക്ക് നമ്മൾ മുന്നേ അങ്ങനെയൊക്കെ തന്നെ ചെയ്ത് കോൾ എടുത്ത് സംസാരിക്കുമ്പോൾ കുറേ നേരം സംസാരിക്കും. അവരൊക്കെ നമുക്ക് അത് ഭയങ്കര കാര്യമായിട്ടാണ് അവർ നമ്മുടെ കസ്റ്റമർ സംസാരിക്കുന്നത്. വീട്ടിലെ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽഡായിട്ട് നമ്മളത് ഭയങ്കര കാര്യമായിട്ട് പറയും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പിന്നെ അന്നത്തെ ദിവസം വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് വേറൊരാളുടെ മെസ്സേജ് റിപ്ലൈ നോക്കാനോ വേറെ കാര്യങ്ങളോ വീട്ടിലെ കാര്യങ്ങളോ ഒന്നും നോക്കാൻ പറ്റാതെ ആയി വരുന്നു
വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കോൾ പയ്യെ അങ്ങ് ഒഴിവാക്കി. മെസ്സേജസിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മെസ്സേജിൽ അപ്പം ആവശ്യമുള്ള കാര്യം മാത്രം എല്ലാവരും ചോദിക്കും. കാരണം നമ്മൾ മാക്സിമം ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്യുന്നു. ആകെ നമുക്ക് വരുന്നത് ലാസ്റ്റ് ഫൈനൽ എമൗണ്ട് എത്ര വരും, അതിൻ്റെ GPay നമ്പറും പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് അഡ്രസ്സ്, ഇത്രയേ ഉള്ളൂ നമുക്ക് പേഴ്സണലി ചാറ്റ് ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഓൾറെഡി ഇട്ട കാര്യങ്ങളാണ്, എല്ലാം ഇട്ടിട്ടുണ്ട്. കാറ്റലോഗും പിന്നെ നമ്മളൊന്ന് അയച്ചു കൊടുക്കും സെലക്ട് ചെയ്യാൻ വേണ്ടി. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ തന്നെ സൈസും റേറ്റും ഡീറ്റെയിൽസും എങ്ങനെ അയക്കുമെന്നും എന്നയക്കും എന്നെല്ലാം അതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം മെസ്സേജ് പറയുന്നത്. പിന്നെ നമ്മൾ കൊറിയറിൻ്റെ കാര്യം, നമുക്ക് കൊറിയർ ഓൾറെഡി നമുക്ക് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ അയക്കുന്നത് ഈ വരുന്ന വീക്കിൽ. കാരണം പൂജ ഓൾറെഡി ആണ്, നമുക്ക് കുറേ പേർക്കൊന്നും അയക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മുടെ ഫെലനോപ്സിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ്, ഈ ഒരു വീഡിയോയിൽ വരുന്ന പ്ലാന്റുകൾ ഈ വീഡിയോ കണ്ട് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ മാക്സിമം ഈ വീക്കിൽ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം ഡിസ്പാച്ച് ഈ വീക്കിൽ തന്നെ. ബാക്കി നമ്മുടെ മീഡിയമും മെച്ചറും ഒക്കെ നമുക്ക് ആദ്യം ഓർഡർ ചെയ്തതിൻ്റെ ബേസിസിലായിരിക്കും. കാരണം നമുക്ക് കഴിഞ്ഞ വീക്ക് വരെ ഓർഡർ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മൾ ആ ഫസ്റ്റ് വീഡിയോ ഇട്ട സമയത്തേ നമ്മുടെ ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സും ഉണ്ട്. അവർക്ക് ഇപ്പോഴും ചിലരൊക്കെ പിന്നെ അയച്ചാൽ മതി എന്ന് പറഞ്ഞ് നീട്ടിപ്പോയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാം. നമ്മൾ കുറേ പേർക്ക് അയച്ചു, പക്ഷേ നമുക്ക് ഈ ഒരു അവധി കയറി വന്നുകൊണ്ട് നമുക്ക് ഇനി ഒരുപാട് പേര് ഇപ്പോഴും ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ട് നമുക്ക് ഒരുപാട് പെൻഡിങ് വരിക. കാരണം നമുക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ ഒരുപാട് പെർ ഡേ തന്നെ നല്ല രീതിയിൽ ഓർഡർ വരുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് അയച്ച് തീർക്കാറുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഈ ഫെലനോപ്സിസിൻ്റെ വിത്ത് സ്പൈക്ക് ആയിട്ടുള്ള പ്ലാൻസ് മാക്സിമം നമ്മൾ ഈ ഒരാഴ്ചയിൽ തന്നെ, ഈ വരുന്ന വീക്കിൽ തന്നെ നമ്മൾ ഡിസ്പാച്ച് തുടങ്ങാനാണ് നമ്മൾ മാക്സിമം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ നടക്കുകയും ചെയ്യും എന്നാണ് നമ്മുടെ വിശ്വാസം. മാക്സിമം ഈ വീക്കിൽ തന്നെ മാക്സിമം ആൾക്കാർക്ക് ഇതാക്കും. പക്ഷെ അതും നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ബേസിലാണ്. ഇപ്പം നിങ്ങൾ ഇന്ന് രാത്രി പേയ്മെൻറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ തന്നെ അയക്കണം വെച്ചാൽ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളിപ്പോൾ മൺഡേ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, എക്സാമ്പിൾ നിങ്ങളൊരു ഫ്രൈഡേ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് എല്ലാം സ്ക്രീൻഷോട്ടും അഡ്രസ്സും എല്ലാ ഡീറ്റെയിൽസും തന്ന് നിങ്ങൾക്ക് നമ്മളൊരു കൺഫർമേഷൻ അല്ലെങ്കിൽ ബില്ലൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ പിന്നെ ഫ്രൈഡേ ആണെങ്കിൽ പിന്നെ നമുക്ക് മൺഡേ ട്യൂസ്ഡേ അയക്കത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമുക്കൊരു 1 day ഗ്യാപ്പ് ഉണ്ടാകും. കാരണം നമുക്ക് പ്ലാൻസ് ഒക്കെ സെലക്ട് ചെയ്ത് എല്ലാം മാറ്റി വെക്കണ്ടേ, അതിൻ്റെ ഒരു ടൈം എടുക്കും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് പിന്നെ പ്ലാൻസ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് 7902593631 എന്നാണ് നമ്മുടെ നമ്പർ. അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജസ് ആണ് നമ്മൾ മാക്സിമം എന്താ പറയുക സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. മാക്സിമം കാര്യങ്ങൾ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.